പെട്ടെന്ന് ഒരു ദിവസം ഒരു ഫുഡ് വ്ലോഗർ ആവാൻ അവസരം കിട്ടിയാൽ എന്ത് ചെയ്യും? അയ്യ ചവയ്ക്കുന്ന ചവ കണ്ടില്ലേ ചവ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നു എന്ന് എനിക്ക് എന്നോട് തന്നെ ചോദിക്കാൻ തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന്. രണ്ട് ബോണ്ട, ഒരു സവാള വട, ഒരു സുഖിയൻ. അല്ല, ഒരു ബോളി ചെറുപയര്, ഒരു പപ്സ്, ഒരു ഇറച്ചിപ്പത്തിരി, ഒരു മൂസമ്പി ജ്യൂസ്, പിന്നെ ഒരു ടെൻഡർ സീതാ സ്പെഷ്യൽ, ഒരു പെരി പെരി റോള്. തീർന്നില്ല, പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് ടീ, ഒരു ഷവർമ. ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഈ ചെയ്തിനുള്ള കാരണക്കാരനാണ് ഈ ഇരിക്കുന്നത്. പെട്ടെന്ന് പുറത്തേക്ക് പോവാന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു അർജന്റ് കോള് വന്നപ്പോൾ ആള് സ്കൂട്ടായി. പെരുവഴിയില് ഇനി എന്ത് ചെയ്യും മല്ലയ്യാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. തൊട്ടു മുന്നിൽ കഫേ കണ്ടപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങോട്ട് കയറി. പെട്ടെന്നൊരു ഐഡിയ, ഒരു ഫുഡ് വ്ലോഗ് വീഡിയോ ചെയ്താലോ? അതിനൊരു കാരണവും ഉണ്ട്. ട്രാവൽ വ്ലോഗ് തുടങ്ങിയ സമയത്ത് എന്നോട് ചിലരെങ്കിലും പറഞ്ഞു കാണും ഫുഡ് വ്ലോഗ് ട്രൈ ചെയ്തൂടെയെന്ന്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് തുടങ്ങി. കഴിച്ചു തുടങ്ങി ഒരു പകുതിയൊക്കെ ആയപ്പോ, വീഡിയോ ഒക്കെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്, പകുതിയൊക്കെ ആയപ്പോ ഇതങ്ങോട്ട് ശരിയാവണില്ല. ഇന്ന് കുറച്ചൊക്കെ കഴിച്ചപ്പോഴേക്കും എന്റെ വയറങ്ങോട്ട് നിറഞ്ഞു. എന്റെ മുന്നിൽ വേറെ കുറെ പേര് വന്നിരുന്ന് പോകുന്നുണ്ട് കേട്ടോ, എന്റേത് മാത്രം കഴിയണില്ല. ഫൈനലി ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെയോ അത് കഴിച്ച് തീർത്തിട്ട് ബില്ല് കൊടുത്തിറങ്ങി. എന്തായാലും ഫുഡ് ബ്ലോഗ് അല്ലേ, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ടെന്ന് പറഞ്ഞ് അടുത്ത കഫേയിലേക്ക് പോയി. അവിടുന്ന് ഒരു പൈനാപ്പിൾ ടീയും ഷവർമയും കഴിച്ചു. നിർത്താറായില്ലേ എന്നുള്ള ചോദ്യം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും മിനിമം 3 കഫെയെങ്കിലും കവർ ചെയ്യാണ്ട് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ഫുഡ് വ്ലോഗർ ആയി കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അടുത്തതൊരു ജ്യൂസി കയറി. അവിടെ കയറിയിട്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല, ഇരിക്കാൻ പറ്റണില്ല. ഫൈനലി ഞാൻ അവിടെ കയറി ഇരുന്നു. അവർ ഓർഡർ എടുക്കാൻ വന്നു കേട്ടോ, പക്ഷെ ഞാൻ മെനു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു. വയറിലൊന്ന് സ്ഥലമെങ്കിലും ഉണ്ടാവാനുള്ള സമയം കൊടുക്കണമല്ലോ. അവസാനം ഞാൻ അവരെ വിളിച്ച് ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പം അവരെ സ്പെഷ്യൽ ഉണ്ട്, ടെൻഡർ സീത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തു. കഴിക്കാനൊന്നും വേണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത വായിക്ക് പറയാം എന്ന് പറഞ്ഞു. മിൽക്ക് ഷേക്ക് കഴിയാറായപ്പോഴേക്കും അവർ പെരിപ്പെരിയും കൊണ്ടുവന്നു. ദൈവമേ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഒരു തരി എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. അത്രയും ഞാൻ എൻ്റെ കഴുത്തറ്റ ഫുഡായി എന്ന് പറഞ്ഞ അത്രയും ഒരു അവസ്ഥയിലായിരുന്നു. ഫൈനലി ഞാൻ എൻ്റെ സുഹൃത്തിനെ തിരിച്ചു വിളിച്ചു, ഒന്ന് വരൂ രക്ഷിക്കുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം അത്രയും ഫുഡ് ഞാൻ അവിടെ വാങ്ങി വെച്ചേക്കാണ്, കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അവസാനം ആള് വന്ന് അയ്യോ വരുന്ന കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ടു ഭഗവാന്. ഭക്ഷണം കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ ഇത്രയും പെട്ടുപോകുന്നത്. ഞങ്ങൾ മെല്ലെ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ടും പിടിച്ചൊക്കെ നിന്നു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗുണപാഠം, എടുത്തു ചാടി ഒന്നിനും മുതിരരുത്. അവനവന്റെ കപ്പാസിറ്റി മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, അപ്പൊ സുലാൻ.